ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തൃശ്ശൂർക്ക് പോവാണ്. എന്തിന്? വെറുതെ പോയി. അപ്പൊ ഒന്നും വാങ്ങണില്ലേ? എന്തൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞ് കൊണ്ടുപോണേ. ഇപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചു തരാന്നുള്ളത് അവിടെ എത്തുമ്പോ കാണാം. എനിക്ക് വാങ്ങാൻ അവിടെ എത്തുമ്പോ സാധനങ്ങളുണ്ടാവും. ഇവന് കുറച്ച് സാധനങ്ങൾ അങ്ങനെ പോണേ കൂടെ ഇരിക്കും. അതന്നെ 50% വിലക്കുള്ള മേടിക്ക് ചെല്ല്. നമ്മള് ഹൈലൈറ്റ് മാളില് നിക്കണേ അല്ലേ? കുഞ്ഞിന് ഡിസ്കൗണ്ട് ലിപ്സ്റ്റിക് ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യം ബേബിക്ക് പറ്റിയ സാധനങ്ങളൊന്നും കാണാനില്ല. ആദ്യം ബേബിക്ക് ഇതിന് വേണ്ടേ? ഇതുപോലെ എന്നും അതെ വണ്ടി പാർക്ക് ചെയ്യും, എന്നിട്ട് ഓർമ്മയുണ്ടാവില്ല. സ്വാഭാവികം. ഇപ്പൊ അവിടെ താഴ്ത്തിരിക്കുന്ന തുണികളൊക്കെ അവൻ പറക്കിയിടും. കുഞ്ഞു കുഞ്ഞു അതിനെ പോണേ. അത് വേണമെന്ന് അല്ലാതെ നമ്മള് വന്ന വഴി അവന് പറഞ്ഞ മോന്റെ കാര്യം വന്ന വഴി ഓർമ്മയുണ്ടാവില്ല. വന്ന വഴി ഇടയ്ക്ക് കാണണം. നമ്മള് വേണ്ടല്ലോ അമ്മക്ക് കാണണം. ആരോടൊന്നും കിട്ടാണ്ട് ഇവർക്ക് രാവിലെ ഒന്നും കിട്ടില്ല. പേടിണ്ട. വേണ്ട ഇറങ്ങണ്ട ലെന്നിന്റെ കൂടെ ഇറങ്ങാറുണ്ടില്ല, പക്ഷെ നല്ല പേടിയുണ്ട്. ഇനി കുഴപ്പമില്ല. നമുക്ക് നേരെ പോവാം. നമ്മള് വന്ന വഴി അതാ. നമ്മള് പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് നിൽക്കണേ. പുത്തമ്പള്ളി ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളി ഇത്. ഏഷ്യയിലെ എനിക്കറിയില്ല, ഞങ്ങൾക്കറിയാം. ഇതല്ല ഏറ്റവും വലിയ പള്ളി. ലൂർദ് പള്ളി ഉണ്ടെന്ന്. തീർത്ഥാടനത്തിന് ഇറങ്ങിയേക്കണ്ട. ഹൈലൈറ്റ് മാളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല, വെറുതെ കയറ്റി കൊതിപ്പിച്ച് പോന്നു. നല്ല ഭംഗിയുണ്ടല്ലേ ഈ പള്ളി കാണാൻ. ആദ്യം ബേബി പള്ളിയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മള് കേറിയിട്ടില്ല. നമ്മള് പോന്നു. റബ്ബർ തന്നെ വാങ്ങിച്ചോളൂ. നീ അപ്പച്ചനവിടെ ശരിയാക്കും. അപ്പച്ച ഉദ്ദേശിച്ച ഷൂ തന്നെ വാങ്ങിക്കോ. ഏത്? പക്ഷെ അപ്പച്ചന്റെ അവിടെ കിടക്കുന്നത് കുറച്ചും കൂടി സോഫ്റ്റ് പോലത്തെ ഉള്ളു അല്ലേ? പക്ഷെ ഇങ്ങനത്തെ ഷൂ ആണ് അവിടെ കിടക്കണേ. ഇവിടെ ഇരിക്കണോ? ഞങ്ങളൊരു കാര്യം പേടിക്കുമ്പോ 100 പേരൊക്കെ ഉണ്ടോ ചോദിക്കണ്ടേ? ഇത് മറ്റേ പറയുമ്പേക്ക് 500 പറയുന്നില്ലല്ലേ? ഇതിനു വേണ്ടി പുല്ലരിയാൻ മുമ്പിടാനുള്ളതാണത്, അല്ലാണ്ട് ഡ്യൂട്ടിക്ക് മുമ്പിടാനുള്ളതല്ല. ഇതിനും കാശ് കുറവുണ്ടോ? 9 സൈസ് 10 എടുത്താണ്. കുഴപ്പമില്ല, 10 എടുത്തോ, സൈസ് 10 എടുത്തോ. 100ന്റെ റേഞ്ചില് മറ്റേ സാധനം കിട്ടും, സ്ലിപ്പർ. അങ്ങനെയല്ല, അതൊക്കെ കിട്ടുമല്ലേ ചേച്ചിയാ. അടുത്തടുത്ത പോവാ. വണ്ടി വിട്ടോ ഒന്ന് കിട്ടോ. കടയിൽ വന്നു കഴിഞ്ഞാൽ അവൻ താഴ്ത്തിറങ്ങൂല്ലേ? വീട്ടിലൊന്നും അവൻ മറ്റേ തെങ്ങേറ്റക്കാരെ പോലെ കയറിയിരിക്കും. പണിക്കണോ? എന്തിന്? ബാഗുകളെല്ലാരും തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോയിക്കാനാണോ? അതേ കൊണ്ടോട്. ബാഗ് കൊണ്ട് പോവാ. കൊച്ചു നോക്കുമ്പോ കൊച്ചു ബാഗ് കൊണ്ട് പോയിണ്ടേ, അതുപോലെ ഉന്തി പോവാ. അതന്നെ. ഇവിടെ നിന്നോ? ജോലിക്ക് നിന്നോ കുഞ്ഞോ? നിന്നോട് പണിക്കെടുത്തൂര്.
നമ്മള് ഈ കടയിലൊക്കെ അറിയാം. അടുത്ത തീർത്ഥാടന കേന്ദ്രം ലൂർദ് പള്ളിയിലെത്തി. പുത്തമ്പള്ളിന്ന് പോന്നു ലൂർദ് പള്ളിയിൽ എത്തിട്ടാ. അപ്പച്ചനോട് പറഞ്ഞാണത് ചെരുപ്പ് വാങ്ങാനാ. അപ്പച്ചൻ കണ്ടത് ഞങ്ങൾ തീർത്ഥാടനത്തിന് അതിനപ്പച്ചൻ കാണുന്നത് തീർത്ഥാടനത്തിന് ഇറങ്ങിയതാന്ന് പറഞ്ഞു. മറ്റേ എത്രയോ അമ്പലങ്ങള് ചുറ്റില്ലേ മറ്റേ ഹിന്ദുക്കള്. അത് പ്രാർത്ഥിക്കുന്നത് മാതാവിന്റെ അടുത്ത്. എങ്ങടാ? ഗ്രോട്ട പോയിട്ട് അവിടെ പോയി കുറച്ചൊരു ഇരുന്ന സമ്മാനം കിട്ടും. ഞാൻ വിചാരിച്ചത് ഇത് കന്യാസ്ത്രീ ശരിക്കും മുട്ടുകുത്തിക്കാന്ന. ശരിക്കും ഞാൻ കന്യാസ്ത്രീ മുട്ടുകുത്തിക്കാന്ന് പറഞ്ഞ വിചാരിച്ച. അടുത്ത് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ കുഞ്ഞാദത്തിന് ഡ്രസ്സ് വാങ്ങണം. ഇതൊക്കെ എടുക്കാൻ പോ. അത് പറയാൻ പറ്റില്ല, സാഹചര്യം നോക്കി എടുക്കും. അല്ല മോനിഷ്ടായത് കൂടെ നമുക്ക് എടുക്കാം. ഈ സാധനം വേണ്ട. ഏത് ഇതാ? ആ പച്ച വേണ്ട. അതെടുത്തോ. ഓ എന്റെ മോൾ അത് എവിടെങ്കിലും വെക്കൊന്ന്. അത് ഇവിടുന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചോളൂ. ഇല്ലേ എന്തോ ഡ്രസ്സ് മേടിച്ച കുഞ്ഞാത്തിന്. നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് ഡ്രസ്സൊക്കെ വാങ്ങി ബില്ലടിക്കേണ്ട ആള് ഇത് കഴിഞ്ഞ് നമ്മള് പോകും. കാളനെ നോക്കിയാ കുഞ്ഞാതം നോക്കണ്ടതില്ല. നീ എങ്ങനെ നോക്കണേ? റൗണ്ട് ശക്തൻ റൗണ്ടല്ല, ശക്തനെതിരെ മറ്റേതറിയാമോ ആകാശപാത. നന്നായിട്ടില്ല, ലൈറ്റ് ഒക്കെ ഇട്ടില്ല. ഫുള്ള് പണി കഴിഞ്ഞു. ആകാശപാത ഇത് അപ്പൊ എന്തായിരുന്നു? ലിഫ്റ്റ് ഉണ്ട്, പേടച്ചു സാധനം. ഞാൻ എന്തെങ്കിലും മാങ്ങ മേടിക്കട്ടാ, പച്ച മാങ്ങ. മാങ്ങ വാങ്ങാൻ പോയിട്ടോ. 2 കിലോ മാങ്ങ വാങ്ങാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ആൾക്ക് കൺഫ്യൂഷനായി. ഉള്ളത് കുറെ ചേട്ടന്മാര് വിളിക്കുന്നുണ്ട്. നമ്മള് വീട്ടിലെത്തി. ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി. കുറച്ചധികം വാങ്ങി. കുറച്ചല്ലേ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ ഒന്നും വാങ്ങിയിട്ട് എനിക്ക് അതന്നെ ഇവനാണ് വാങ്ങിയ സാധനങ്ങള്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.